വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് എഴുന്നേൽപ്പാൻ തക്കണം വലിയവനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രഭാത മന്നയിലേക്ക് ഏവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ വിഷയം സ്നേഹത്തിന്റെ ക്ഷേത്രം. ആധാരവാക്യം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഇന്ത്യ എന്നതായ മഹാരാജ്യത്ത് വിവിധ തരത്തിലുള്ളതായി ജനങ്ങൾ വസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാനാ ഭാഷകളിലുള്ളതായ, നാനാ ജാതിയിൽപ്പെട്ടതായ, അങ്ങനെ ഉയർന്നും താഴ്ന്നും ജാതികളുള്ളതായ ഒരു രാജ്യമായിട്ട് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നതായ ദളിതന്മാര്, അവർ മറ്റുള്ളവരെ തൊട്ടുകൂടാത്തതായ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരെ തൊട്ടുകൂടായ്മ ആചരിക്കുന്നതായ ഒരു രാജ്യമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജാതിയുടെ താഴെത്തട്ടിലുള്ളതായ അംഗങ്ങളായിരിക്കുന്നതായ ഈ ദളിതർക്ക് അവർ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ നിർമ്മിച്ചതായ ക്ഷേത്രങ്ങളിലോ വിദ്യാലയങ്ങളിലോ അവരുടെ ഭവനങ്ങളിലോ എന്നിരുന്നാൽ പോലും അവർ ഉപയോഗിക്കുന്നതായ കിണറുകളിലെ വെള്ളം പോലും കോരി കുടിക്കുവാനായിട്ട് ഒരിക്കലും സാധിച്ചിരുന്നില്ല. അത്രയും തൊട്ട് തീണ്ടായ്മ ആചരിക്കുന്നതായ അല്ലെങ്കിൽ നോക്കുന്നതായ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പഴമയുടേതായ കാലഘട്ടത്തിലൊക്കെയും ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴോ ഇന്ന് നമ്മൾ അങ്ങിങ്ങായിട്ട് അപ്രകാരമുള്ളതായ പല വാർത്തകളും കേൾക്കുന്നതായിട്ട് കാണാൻ സാധിക്കാം. എന്നാൽ ഈ ആചാരം തകർക്കാനുള്ളതായ ശ്രമത്തിൽ ഒരു പുരോഹിതൻ ദളിതനെ ക്ഷേത്രത്തിൽ കയറ്റിയതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇപ്രകാരമുള്ളതായ കാര്യങ്ങൾ അല്ലെങ്കിൽ പുരോഗമനവാദങ്ങളൊക്കെയും നിലനിൽക്കുമ്പോൾ പോലും പക്ഷേ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഈ തൊട്ടു തീണ്ടായ്മ എന്ന് നമുക്ക് കാണുവാനായിട്ട്, അല്ലെങ്കിൽ തൊട്ടു തീണ്ടായ്മ നമുക്ക് ഇന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ദൈവസഭയെ വിവരിക്കുമ്പോൾ ബൈബിൾ ദൈവാലയത്തിന്റെ രൂപകത്തെ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ചില സംസ്കാരങ്ങളിൽ ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ രീതിയിലുള്ളതായ, അത് ഭാഷയെന്നോ ഗോത്രമെന്നോ ആചാരമെന്നോ അല്ലെങ്കിൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എന്നുള്ളതായ ഒരു വേർതിരിവുമില്ലാതെ നമ്മൾ ആലയത്തിൽ ഓരോ വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഓരോ ജനങ്ങളെയും ഓരോ മനുഷ്യരെയും നമ്മളാണെങ്കിൽ ആലയത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, തീർച്ചയായിട്ടും ദൈവസഭയിലെ അംഗമായിരിക്കുന്നതായ വ്യക്തികൾ ഓരോരുത്തരും ദൈവവുമായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്രകാരമുള്ളതായ ഒരു വർണ്ണവിവേചനങ്ങളും ഉണ്ടാകാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഉണ്ടാകുവാൻ ഒരിക്കലും അപ്രകാരമാകാൻ സാധിക്കുകയില്ല എന്ന് ദൈവവചനം തന്നെ പറയുന്നുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സ്വന്തം രക്തം തന്നെ ക്രൂശിൽ ചീന്തിയതായ ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഈ സാമ്യം മനസ്സിലാക്കണമെങ്കിൽ ആരാധിക്കുവാൻ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾക്ക് പകരം ആളുകളെയാണ് ഭൂമിയിലെ ദൈവാലയ നിർമ്മിതിക്കായി പരിഗണിച്ചിരിക്കുന്നത്. 1 പത്രോസ് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നു: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയുന്നു. അത് തീർച്ചയായിട്ടും സഭയിലെ ഓരോ അംഗങ്ങളും ദൈവത്തെ ആണ്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടത് എന്ന് ദൈവവചനം പറയുന്നു. അല്ലെങ്കിൽ യേശുവിൽ നാം വളർന്നു വരുമ്പോൾ യേശു എപ്രകാരമുള്ള സ്വഭാവത്തിന് ഉടമയായിരുന്നുവോ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ അതേ സ്നേഹത്തിൻ്റെതായ പ്രകടനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ശൈലിയാക്കി എടുക്കേണ്ടതായിട്ടുള്ളതായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും സ്നേഹിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ് എന്ന് വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കെട്ടിടമായിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ആരുടെയും മുമ്പിലാണെങ്കിൽ ഒരു പ്രതിബിംബമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാനുള്ളതായ ആ സ്രോതസ്സിൽ നമ്മളൊരു അവർക്ക് എതിരെ നിൽക്കുന്നതായ വ്യക്തികളായി നിൽക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനമൊക്കെയും നമുക്ക് കാണിക്കുന്നത് കാൽവറി ക്രൂശിൽ ആ ചീന്തിയതായ രക്തം എന്ന് പറയുന്നത് കർത്താവായ ദൈവത്തോടുള്ളതായ സമത്വത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ദൈവത്തെ സ്വീകരിക്കുന്നതായ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്നതായ, ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിട്ടുള്ളതായ വ്യക്തികളായിട്ട് മാറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നമ്മുടെ ആലയങ്ങളൊക്കെയും സ്നേഹത്തിന്റെ ക്ഷേത്രങ്ങൾ
പാത്രങ്ങളാവണം എന്നാണ് ഇന്നത്തെ നമ്മൾ മന്നയിലൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായ അതിലെ യഥാർത്ഥ മെസ്സേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ആലയങ്ങളൊക്കെയും എല്ലാവരെയും സ്വീകരിക്കുന്നതായ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരെ സ്വീകരിക്കുന്നതായ, അല്ലെങ്കിൽ ഏത് ഭാഷക്കാരെയും സ്വീകരിക്കുന്നതായ, വർണ്ണവിവേചനങ്ങളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആലയത്തിലേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായ ആ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും നിലനിൽക്കുന്നതായ ഒരു പ്രസ്ഥാനമായി മാറണം നമ്മുടെ ഓരോ ആലയങ്ങളും എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കർത്താവായ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളതായ സ്വഭാവം, അല്ലെങ്കിൽ യേശുക്രിസ്തു എപ്പോഴും പ്രകടിപ്പിച്ചത് തൻ്റെ ജീവിത കാലഘട്ടത്തിലൊക്കെയും മറ്റുള്ളവരോട് എപ്പോഴും ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന, അവരുടെ അവശതകളിൽ, അവരുടെ രോഗങ്ങളിൽ, അവരുടേതായ പ്രശ്നങ്ങളിലൊക്കെയും ഇടപെട്ടുകൊണ്ട് അവരെ അതിൽ നിന്നൊക്കെയും മോചിപ്പിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തുകൊണ്ട് രോഗികൾക്ക് രോഗസൗഖ്യം, അതുപോലുള്ളതായ ഓരോ വിഭാഗത്തിൽപ്പെട്ടതായ ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതായ പ്രവൃത്തികളൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാഗത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നതായ നാം ഓരോരുത്തരും അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ ശിഷ്യന്മാരായി നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഈ ദൗത്യത്തിൽ നമ്മൾ കർത്താവായ ദൈവത്തോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെതായ ആ രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ, സ്നേഹത്തിൻ്റെതായ രാജ്യത്തിൽ മറ്റുള്ളവരെ ചേർക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മന്ന നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. വീണ്ടും നല്ലൊരു പ്രഭാതത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേൽപ്പാൻ തക്കൊണ്ട് വലിയവനായ ദൈവം സഹായിച്ചു. കഴിഞ്ഞ രാത്രിയിൽ കിടക്കയിലൊക്കെയും നല്ല ഉറക്കത്തെ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിയങ്ങൾ എപ്രകാരം എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് ജീവിപ്പാൻ തക്കൊണ്ട് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെതായ കൃപയാൽ അടിയങ്ങൾ വഴി നടത്തുന്നതായ ആ നന്മയോർത്ത് അടിയങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് പ്രത്യേകിച്ച് അടിയങ്ങൾ ചിന്തിച്ചതായ മന്നയിലെ വിഷയം ദൈവത്തിൻ്റെതായ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കണമെന്നുള്ളതായ ആ വചനം അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഏത് വ്യക്തിയെ കണ്ടാലും അവരുടെ വർണ്ണമോ അവരുടേതായ പ്രാധാന്യമോ ഒന്നും കണക്കെടുക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് പ്രസരിപ്പിക്കുവാൻ തക്കോണം, പ്രകടിപ്പിക്കുവാൻ തക്കോണം അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ഇന്ന് ഈ നല്ല പ്രഭാതത്തിന് അടിയങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെല്ലാം താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ചോറെങ്കിലും കൊണ്ട് നമ്മൾ നിറയ്ക്കണം. എല്ലാം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.